നിയമസഭാ സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പാർട്ടി നടപടി സ്പീക്കറെ കോൺഗ്രസ് അറിയിച്ചു. സസ്പെൻഷനും പാർലമെന്ററി പാർട്ടിയിൽ നിന്നുള്ള നീക്കിയതും ഒക്കെ പ്രതിപക്ഷ നേതാവ് തന്നെ സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട്. നിയമസഭയിലെത്തുന്ന കാര്യത്തിൽ രാഹുൽ തന്നെ തീരുമാനമെടുക്കട്ടെ എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. ഷെവീദ് റാവുത്തർ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ വാർത്ത തിരുവനന്തപുരത്ത് നിന്ന്. ഷെവീദ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ച കോൺഗ്രസിനുള്ളിൽ നടന്നത് മാത്രമല്ല രാഷ്ട്രീയമായി കൂടി നമ്മൾ ആകാംക്ഷയോടെ നോക്കിക്കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുന്ന കാര്യത്തിൽ പാർട്ടി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് രാഹുലിനെതിരെ നിന്ന നേതാക്കളിൽ ചിലർ പോലും രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ എത്തുന്ന കാര്യത്തിൽ അവരുടെ അഭിപ്രായത്തിൽ നിന്ന് പിന്നോട്ടൊക്കെ പോയിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകട്ടെ അക്കാര്യത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് അതിലെ ഒരു യാഥാർത്ഥ്യം. അതോടുകൂടിയാണ് ഇന്നലെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം സ്പീക്കറെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്ത് മൂലം അറിയിച്ചിട്ടുള്ളൂ. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി UDF വിപ്പ് അത് ബാധകമല്ല. നിയമസഭയിൽ എത്തുന്ന കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തീരുമാനമെടുക്കാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടെ ഈ രാഹുലിന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംരക്ഷണമില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും ലക്ഷ്യം വെച്ച സോഷ്യൽ മീഡിയയിലടക്കം നടന്ന വലിയ ക്യാമ്പയിൻ അത് രാഹുലിന് തിരിച്ചടിയായി പാർട്ടിക്കുള്ളിൽ നിന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന വിലയിരുത്തൽ. ആദ്യം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന നിലപാടെടുത്തവർ പോലും ഈ വിഷയത്തിൽ രാഹുലിന് അനുകൂലമായി പാർട്ടിക്കകത്ത് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ സൈബർ അധിക്ഷേപങ്ങൾക്ക് പിന്നാലെ വീണ്ടും ആ നിലപാട് കീഴ്മേൽ മറിഞ്ഞു. ഭൂരിഭാഗം പേരും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി. എന്നാൽ ഇപ്പോഴും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു ചെറിയ വിഭാഗം നേതാക്കളും പാർട്ടിക്കുള്ളിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയാൽ ഇനി സംരക്ഷണം ഉറപ്പിക്കേണ്ടത് സ്പീക്കറുടെ മാത്രം ഉത്തരവാദിത്തമാകും. അതിനിടെ രാഹുൽ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു വ്യക്തതയില്ല. മാത്രമല്ല രാഹുൽ എത്തിക്കഴിഞ്ഞാൽ അത് ഭരണപക്ഷം അത് വലിയ പ്രതിഷേധവും നിയമസഭയ്ക്കുള്ളിൽ അതൊരു വലിയ ക്യാമ്പയിൻ ആക്കി മാറ്റുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.